ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ കുഞ്ഞു വിഷു വിശേഷങ്ങളാണ്. 2 ദിവസം മുന്നേ ഇതാ പടക്കം പൊട്ടിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ആമിക്കുട്ടിക്കാണെ പടക്കം ഭയങ്കര പേടിയാണ്, ആള് നല്ല കരച്ചിലാണ്. തലേ ദിവസം മടപ്പേർക്ക് വിഷു വെള്ളാട്ടമുള്ളതുകൊണ്ട് തന്നെ വെള്ളാട്ടത്തിന് പോയി. പിന്നെ ഒരു 9 മണിയൊക്കെ ആയി വീട്ടിലെത്താൻ. പിന്നെ ചറപറാന്ന് പടക്കം പൊട്ടിക്കലങ്ങ് തുടങ്ങി. കമ്പിത്തിരി അധിക അടുത്തത് നമ്മുടെ വിഷുക്കണി ഒരുക്കലാണ്. അച്ഛനും മക്കളൊക്കെ നല്ല ഇറക്കത്തിലായി. അതുകൊണ്ട് തന്നെ വീഡിയോ എടുത്തന്നെ ആരും ഇല്ലാത്തതുകൊണ്ട് വിഷുക്കണിയൊക്കെ ഒരുക്കിയിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. നമ്മൾ ഉരുളിയിൽ ഫ്രൂട്ട്സും കണിവെള്ളരിയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കണി വെക്കുമ്പോൾ നമ്മുടെ ചക്ക, മാങ്ങ, തേങ്ങ, കണിവെള്ളരി, കണിക്കൊന്ന ഇതൊക്കെയാണ് കേട്ടോ മെയിനായിട്ടുള്ളത്. അതുപോലെ നമ്മൾ തളികയിൽ മുണ്ടും കാസേറിൽ അരി, പിന്നെ സിന്ദൂരം, സ്വർണം, പൈസയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ പഞ്ചങ്ങൾ, അതായത് 5 വീതം പയർ വർഗ്ഗങ്ങളാണ് കേട്ടോ, അത് മിക്സാക്കിയിട്ടാണ്. പിന്നെ പച്ചക്കറികൾ, കൃഷ്ണ വിഗ്രഹം, കിണ്ടിയിൽ വെള്ളം, കണിക്കൊന്ന, വിളക്ക്, കണ്ണാടി. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് കേട്ടോ അപ്പം ഉണ്ടാക്കുന്നത്. നെയ്യപ്പം, കലത്തപ്പമൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഞങ്ങൾ നെയ്യപ്പാണ് കേട്ടോ. അപ്പോൾ താഴേന്ന് അമ്മ നെയ്യപ്പാക്കി തന്നിട്ട് അതാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. സാധാരണ കലത്തിലാണ് ഇത്, പിന്നെ കലം ഇല്ലാത്തതുകൊണ്ട് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ രാവിലെ എഴുന്നേറ്റ് ആദ്യം ഞാൻ തന്നെയാണ് കേട്ടോ കണി കണ്ടത്. ശേഷം വിളക്കൊക്കെ കത്തിവെച്ച് കണി കാണുമ്പോൾ പ്രത്യേക ഒരു സന്തോഷം മനസ്സ് നിറയുന്നുണ്ട്. പിന്നെ ഇതാ നികേശാനെ വിളിച്ച് കണി കാണിപ്പിച്ചു. പിന്നെ മക്കൾ ലേറ്റായി കിടന്നുകൊണ്ട് തന്നെ എഴുന്നേറ്റ് വരാൻ ഭയങ്കര മടിയായിരുന്നു. പിന്നെ കണിയൊന്ന് കാണിച്ചു കൊടുത്ത് കുറച്ച് സമയം വീണ്ടും ഉറങ്ങിയിട്ടാണ് കേട്ടോ എഴുന്നേറ്റത്. പിന്നെ ഒരു 5 മണിയായപ്പോഴത്തേക്കും എല്ലാവരും കുളിച്ച് റെഡിയായി. മാമാനിക്കൊന്ന് മഹാദേവ ക്ഷേത്രത്തിലാണ് കേട്ടോ കണി കാണാൻ പോയത്. അപ്പം നല്ല തിരക്കൊക്കെ ഉണ്ടെങ്കിലും പ്രദക്ഷിണം വെക്കുമ്പോൾ അതൊന്നും നമുക്കങ്ങനെയൊന്നും തോന്നിയില്ല. പിന്നെ നമ്മുടെ കുടുംബക്ഷേത്രത്തിലാണ് കേട്ടോ പോയത്. കുളിഞ്ഞ കുന്നുംപുറത്ത് മടപ്പുരയാണ് കേട്ടോ ഇത്. അപ്പോൾ വിഷുക്കണിയൊക്കെ കണ്ടു, കൈനീട്ടൊക്കെ കിട്ടി. പിന്നെ നേരെ എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. ചുറ്റും റിലേറ്റീവ്സിൻ്റെ വീടായതുകൊണ്ട് തന്നെ എല്ലാ വീട്ടിലും പോയി കണിയൊക്കെ കണ്ടു. മക്കൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതുപോലെ ഞങ്ങളെ വിഷുക്കോടിയൊക്കെ എങ്ങനെയുണ്ട്, മെറ്റീരിയൽ എടുത്ത് ഞാൻ തന്നെ അടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്തേക്കണേ. പിന്നെ അച്ഛനും അമ്മയും ഞങ്ങളുടെ കൂടെ തന്നെ കൂട്ടാണ് ചെയ്തത്. ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചാണ് കേട്ടോ വിഷുവൊക്കെ ആഘോഷിച്ചത്. അതിനോടും പടക്കം പൊട്ടിക്കുന്ന നല്ല തിരക്കിലാണ് കേട്ടോ. ഇന്നലെയും പൊട്ടിച്ചു, അപ്പോൾ കഴിയാഞ്ഞിട്ട് ഇതാ ഇന്നും ഒരേ പൊട്ടിക്കലാണ്. പിന്നെ ഇതാ കുറേ കറക്കങ്ങളൊക്കെ കഴിഞ്ഞ് അടുത്ത അച്ചാച്ചൻ്റെ അമ്മമ്മേൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ രണ്ടാളും വിഷുക്കോടിയൊക്കെ എടുത്ത് അച്ചാച്ചനും അമ്മമ്മക്കും കൊടുക്കാൻ പോവുകയാണ്. അവിടുന്ന് ഞങ്ങൾ കണിയൊക്കെ കണ്ട് വിഷുക്കോടിയൊക്കെ കൊടുത്തു. പിന്നെ അച്ചാച്ചൻ്റെ വക കൈനീട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ നടന്ന് ക്ഷീണിച്ച് ഇതാ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. പകലിതാ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് വിഷുക്കണിയൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ബാക്കിലൊരു ബാക്ക്ഗ്രൗണ്ട് പോലെ ഒരു മഞ്ഞ കളറും കൂടി കൊടുത്തപ്പോൾ അതിനൊരു നല്ലൊരു സ്റ്റൈൽ പോലെ ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അമ്മമ്മേൻ്റെ അച്ചാച്ചനെയും ഒക്കെ വിഷുക്കോടിയും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ മക്കൾക്ക്. 2 ജോഡി ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 എടുക്കേണ്ടതുകൊണ്ട് തന്നെ നല്ലൊരു പൈസ ആയിട്ടുണ്ടാകും. അപ്പോൾ ഇതാ നല്ല ബിരിയാണിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് സഹായിക്കാൻ പോയെന്നേ ഉള്ളൂ. അമ്മ തന്നെയാണ് കേട്ടോ ബിരിയാണിയൊക്കെ ആക്കിയത്. നല്ല വിശപ്പുണ്ട്. അപ്പോൾ പിന്നെ ഇത് കഴിച്ചേക്കാന്ന് വിചാരിച്ചു. ഇതാ വൈകുന്നേരം ആയിട്ടുണ്ട്. ആളൊക്കെ കൂടിയിട്ടുണ്ട്. ഏച്ചി ചേട്ടനൊക്കെ വന്നിട്ടുണ്ട്. ആളൊക്കെ കൂടുമ്പോൾ സംസാരിച്ചിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷം തന്നെയാണല്ലേ. അമ്മയും ലച്ചും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അച്ചാച്ചനും അമ്മമ്മയും ചേട്ടനും അതുപോലെ കുഞ്ഞാവിയും വല്യമ്മയും വല്യച്ഛനും ഒക്കെ വന്നപ്പോൾ ഭയങ്കര ഒരു സന്തോഷത്തിൽ ആയിരുന്നു. ബാക്കിയുള്ള കുറച്ച് പടക്കങ്ങളും കൂടി പൊട്ടിച്ചുകൊണ്ട് നമ്മുടെ വിഷു വിശേഷങ്ങൾ ഇതാ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഞങ്ങളുടെ ഫാമിലി അംഗമായ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. അപ്പോൾ താങ്ക് യു. ഇവള്